ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2022 +2 പ്രിലിംസ് രണ്ടാം ഘട്ടത്തിലെ ചോദ്യപേപ്പറാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 84/2022. ഒന്നാമത്തെ ചോദ്യം, ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം. ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം. ഓപ്ഷൻ എ പോർച്ചുഗീസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ആധിപത്യം സ്ഥാപിച്ചതും ഇന്ത്യയിൽ നിന്ന് അവസാനം തിരിച്ചുപോയതുമായിട്ടുള്ള വിദേശ ശക്തികൾ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ആധിപത്യം സ്ഥാപിക്കുകയും ഇന്ത്യയിൽ നിന്ന് അവസാനം തിരിച്ചു പോയിട്ടുള്ളതുമായ വിദേശീയരാണ് പോർച്ചുഗീസുകാര്. ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡ ഗാമ. ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡ ഗാമ. അദ്ദേഹം 1498 മെയ് 20 ഇന്ത്യയിലെത്തുന്നത്. 1498 മെയ് 20 അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലേക്ക് പപ്പായ, കൈതച്ചക്ക, പുകയില, കശുവണ്ടിയൊക്കെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പപ്പായ, കൈതച്ചക്ക, പുകയില, കശുവണ്ടി എന്നിവയൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് പോർച്ചുഗീസുകാരാണ്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല. ആൻസർ ഓപ്ഷൻ ഡി, ഇടുക്കി. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? ഇരവികുളം, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല. ഏതൊക്കെയാണ്? ഇരവികുളം, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല. ഇതിൽ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. ഏറ്റവും ചെറുത് പാമ്പാടുംചോല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര്? ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, ഹെർമൻ ഗുണ്ടർട്ട്. ആദ്യം മലയാളം വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാന്നറിയാമോ? അത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ആദ്യ മലയാളം വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയുമായിരുന്നു കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയുമായിരുന്നു കാനിങ് പ്രഭു. ദത്തവകാശ നിരോധന നിയമം റദ്ദു ചെയ്ത വൈസ്രോയും കാനിങ് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം റദ്ദു ചെയ്തത് കാനിങ് പ്രഭുവാണ്. അതുപോലെ 1860 ഇന്ത്യൻ പീനൽ കോഡ് നിയമം പാസാക്കിയത് കാനിങ് പ്രഭുവാണ്. 1860 ഇന്ത്യൻ പീനൽ കോഡ് നിയമം പാസാക്കിയ വൈസ്രോയിയും കാനിങ് പ്രഭുവാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏതു സമുദ്രത്തിലാണ്? ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ, പസഫിക് സമുദ്രത്തില്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഇത് ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രവും പസഫിക് സമുദ്രമാണ്. ഒന്നുകൂടെ പറയാം, ഏറ്റവും വലിയ സമുദ്രവും ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രവുമാണ് പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രവും പസഫിക് സമുദ്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100-ലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ പേര്. പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100-ലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ പേര്. ആൻസർ ഓപ്ഷൻ ബി, ബ്ലഡി സൺഡേ. ബ്ലഡി സൺഡേ എന്നാണത് അറിയപ്പെടുന്നത്. ഏഴാമത്തെ ചോദ്യം, ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി
ട്രോപോപാസ്. ആൻസർ ഓപ്ഷൻ ഡി, ട്രോപോപാസ് ആണത്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലവും ട്രോപ്പോസ്ഫിയർ ആണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. അതുപോലെ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ഏതെന്ന് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയർ ആണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നു, ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നതുമായിട്ടുള്ള മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹമാണ് ജെറ്റ് പ്രവാഹം. ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള വായു പ്രവാഹമാണ് ജെറ്റ് പ്രവാഹം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? ഇതില് പാരദ്വീപ് ആണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. പാരദ്വീപ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. പാരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അതുപോലെ കൃത്രിമ ലഗൂണുകൾ സ്ഥിതി ചെയ്യുന്ന തുറമുഖവും ഈ ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖമാണ്. കൃത്രിമ ലഗൂണുകൾ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം ഏത്? താഴെ പറയുന്നവയിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ ബി, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോളതാപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാ? അത് നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയാചാര്യൻ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവോ? അത് ലിയോ ടോൾസ്റ്റോയ് ആണ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് ആണ്. രാഷ്ട്രീയ ആചാര്യൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ കൃതി ഏതാണെന്ന് അറിയാവോ? ഗാന്ധിജിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ കൃതിയാണ് ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു. ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു. അതുപോലെ ഗാന്ധിജിയെ സ്വാധീനിച്ച ജോൺ റസ്കിന്റെ കൃതിയാണ് അൺടു ദ ലാസ്റ്റ്. ഗാന്ധിജിയെ സ്വാധീനിച്ച ജോൺ റസ്കിന്റെ കൃതിയാണ് അൺടു ദ ലാസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ. ഓപ്ഷൻ സി, അധ്യക്ഷനും 2 അംഗങ്ങളും. അധ്യക്ഷനും 2 അംഗങ്ങളും. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എസ് മണികുമാർ ആണ്. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ് എസ് മണികുമാർ. ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്രയായിരുന്നു. ക്ഷമിക്കണം, ജസ്റ്റിസ് എം പരീത് പിള്ളയായിരുന്നു. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം പരീത് പിള്ള. നിലവില് എസ് മണികുമാർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. കാലാവധി ഇവരുടേത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഏതാണോ ആദ്യം അത്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലൂടെ. ആൻസർ ഓപ്ഷൻ എ, ഉദ്യോഗസ്ഥ വൃന്ദം. കേരള സർവീസ് റൂൾ നിലവിൽ വന്നത് 1959 1959 കേരള സർവീസ് റൂൾ നിലവിൽ വരുന്നത്. അതുപോലെ 1968 കേരള പബ്ലിക് സർവീസ് നിയമം നിലവിൽ വരുന്നത്. കേരള പബ്ലിക് സർവീസ് നിയമം നിലവിൽ വരുന്നത് 1968. ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് എന്നാണ്?
അത് 1861 ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് വരുന്നത് 1861 ഈ സിവിൽ സർവീസ് ആക്ടിനെ അല്ലെങ്കിൽ സിവിൽ സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സിവിൽ സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിയമം നിലവിൽ വന്നത് എന്നാ? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിയമം നിലവിൽ വന്നത് അത് 2018 13ാമത്തെ ചോദ്യം നോക്കാം. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ്. ആൻസർ ഓപ്ഷൻ ബി. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രങ്ങൾ. ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നുള്ളതാണ് അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യം. എന്താണ് ഈ സാക്ഷരത? ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 14ാമത്തെ ചോദ്യം. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം? വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം? ആൻസർ ഓപ്ഷൻ സി, 36 മണിക്കൂർ. ഇവിടെ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പെന്നാണെങ്കിൽ അതിന്റെ ഉത്തരം 48 മണിക്കൂറാണ്. ഇവിടെ ചോദ്യം വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അത് 36 മണിക്കൂറാണ്. ഒരു സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ആരുടെ മുമ്പെയാണ്? റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെയാണ്. റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെയാണ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഓഫീസറാണ് ആര്? പ്രിസൈഡിംഗ് ഓഫീസർ. ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഓഫീസറാണ് പ്രിസൈഡിംഗ് ഓഫീസർ. ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരുടെയൊക്കെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആരുടെയൊക്കെയാണ്? ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭകള്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരുടെയൊക്കെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ 250 രൂപ. ആൻസർ ഓപ്ഷൻ ബി. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഏതാണെന്നറിയാവോ? നിലവില് ന്യൂഡൽഹിയിലെ CIC ഭവനാണ്. ഈ CIC ഭവൻ മുൻപ് അറിയപ്പെട്ടിരുന്നത് ആഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ CIC ഭവൻ, മുൻപത്തെ പേര് ആഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ് ഹീരാലാൽ സമരിയ. 12ാമത് ചെയർമാനാണ്. ആദ്യത്തെ ചെയർമാനാണ് വജാഹത്ത് ഹബീബുള്ള. ആദ്യ ചെയർമാൻ വജാഹത്ത് ഹബീബുള്ള, നിലവില് ഹീരാലാൽ സമരിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ആൻസർ ഓപ്ഷൻ എ, ഫ്രാൻസ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, പിന്നെ റിപ്പബ്ലിക്, ഈ ആശയങ്ങളെല്ലാം ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അതുപോലെ മൗലികാവകാശങ്ങൾ കടമെടുത്തിരിക്കുന്ന എവിടുന്ന? അത് അമേരിക്കയിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്ന്. നിർദ്ദേശ തത്വങ്ങളോ? അത് അയർലൻഡിൽ നിന്ന്.
നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡിൽ നിന്നും. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അവശിഷ്ടാധികാരം, ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ഇതൊക്കെ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അവശിഷ്ടാധികാരം, ഫെഡറൽ രാഷ്ട്രം ഇതൊക്കെ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം എടുത്തിരിക്കുന്നത് USA നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ ലക്ഷ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ ലക്ഷ്യം. ക്ഷേമരാഷ്ട്രം. ആൻസർ ഓപ്ഷൻ ഡി, ക്ഷേമരാഷ്ട്രം. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? അത് സ്പെയിൻ. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് സ്പെയിൻ. നിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടംകൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശ തത്വങ്ങൾ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പറയുന്നത്. നിർദ്ദേശ തത്വങ്ങളെ തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ ചെക്ക് എന്ന് അഭിപ്രായപ്പെട്ടത് KT ഷായാണ്. എന്താണ്? നിർദ്ദേശ തത്വങ്ങളെ തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ ചെക്ക് എന്ന് അഭിപ്രായപ്പെട്ടത് KT ഷായാണ്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടനയിലെ ഭാഗം 4 നിർദ്ദേശ തത്വങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബിൽ ധനകാര്യ ബിൽ ആണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു ബിൽ ധനകാര്യ ബിൽ ആണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് സ്പീക്കറാണ്. ആൻസർ ഓപ്ഷൻ സി, സ്പീക്കർ. ധനബില്ല് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ധനബില്ല് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ഈ ധനബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് 110. ധനബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 110. ധനകാര്യ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. ധനകാര്യ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. ഇത് ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ലോക്സഭയുടെ സ്പീക്കറും. ആൻസർ ഓപ്ഷൻ സി, സ്പീക്കർ. 19ാമത്തെ ചോദ്യം. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമാണ് ജുഡീഷ്യൽ റിവ്യൂ. ആൻസർ ഓപ്ഷൻ ബി, ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 13. ഇന്ത്യൻ ഭരണഘടനയിലെ ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 13. ജുഡീഷ്യൽ റിവ്യൂ ഇന്ത്യ അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തിട്ടിരിക്കുന്നത്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ അമേരിക്കയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തില് കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാല് കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാകും. ആൻസർ ഓപ്ഷൻ സി, കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാകും. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? 246. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 246. പട്ടിക 7 ഭാഗം 11. ഒന്നുകൂടെ പറയാം. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 246, പട്ടിക 7 ഭാഗം 11. ലിസ്റ്റുകൾ 3 വിധത്തിലുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളിലും പ്രതിപാദിക്കാത്ത കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. പാർലമെന്റിന്റെ ഈ അധികാരത്തെയാണ് അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. ഈ 3 ലിസ്റ്റുകളിലും പ്രതിപാദിക്കാത്ത കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. പാർലമെന്റിന്റെ ഈ അധികാരത്തെയാണ് അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് ഏത്? താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് ഇതില് വരുമാന നികുതി. ആൻസർ ഓപ്ഷൻ എ.
നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? 265. നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിള് 265 ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ നികുതിയെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച ആദ്യ കമ്മീഷനാണ് ജോൺ മത്തായി കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിൽ നികുതിയെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച ആദ്യ കമ്മീഷനാണ് ജോൺ മത്തായി കമ്മീഷൻ. പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ച കമ്മീഷനാണ് വിജയ് ഗേൽഖർ കമ്മീഷൻ. പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ വിജയ് ഗേൽഖർ കമ്മീഷൻ. അതുപോലെ ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ് രാജ ചെല്ലയ്യ കമ്മിറ്റി. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി രാജ ചെല്ലയ്യ കമ്മിറ്റി. 1962 ഏപ്രിൽ 1 ഇന്ത്യയില് നികുതി വകുപ്പ് നിലവിൽ വരുന്നത്. 1962 ഏപ്രിൽ 1 ഇന്ത്യയിൽ ആദ്യമായിട്ട് നികുതി വകുപ്പ് നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത്. ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് ബജറ്റ് ആണ്. ആൻസർ ഓപ്ഷൻ സി, ബജറ്റ്. ആർട്ടിക്കിൾ 112 ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ബജറ്റ് എന്ന പദം ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. ബജറ്റ് എന്ന പദം ഭരണഘടനയിൽ ഒരിടത്തും പറയുന്നില്ല. പകരം വാർഷിക സാമ്പത്തിക പ്രസ്താവന, വാർഷിക ധനകാര്യ പ്രസ്താവനയെന്നോ വാർഷിക സാമ്പത്തിക പ്രസ്താവന എന്നാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവാണ് PC മഹലനോബിസ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖൻ ചെട്ടി. റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചതോ? റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി. അതുപോലെ ഇടക്കാല ബജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് CD ദേശ്മുഖ് ആണ്. ഇടക്കാല ബജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് CD ദേശ്മുഖ് ആണ്. ഇടക്കാല ബജറ്റ് എന്ന ആശയം കൊണ്ടുവന്നത് ആരാ? അത് RK ഷൺമുഖൻ ചെട്ടിയാണ്. ഇടക്കാല ബജറ്റ് എന്ന ആശയം കൊണ്ടുവന്നത് RK ഷൺമുഖൻ ചെട്ടി. ഇടക്കാല ബജറ്റ് ആദ്യമായി അവതരിപ്പിക്കുന്നത് CD ദേശ്മുഖുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കൃഷി, ജലസേചനം എന്നിവയ്ക്കാണ്. കൃഷി, ജലസേചനം തുടങ്ങിയവയ്ക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലാണ്. ആൻസർ ഓപ്ഷൻ ബി, മുംബൈ. 1935 RBI നിലവിൽ വന്നത്. RBI നിലവിൽ വന്നത് 1935. 1949 ഏപ്രിൽ 1 RBI ദേശസാൽക്കരിച്ചു. 1949 ഏപ്രിൽ 1 RBI ദേശസാൽക്കരിച്ചു. RBIയുടെ ആദ്യ ഗവർണർ ആരാ? സർ ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യ ഗവർണർ. ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ CD ദേശ്മുഖ് ആണ്. ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖ് ആണ്. അതുപോലെ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അത് ചെന്നൈയിലാണ്. റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും വരാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.